ബാണാസുര ചക്രവർത്തിയുടെ മകനും ചോളവംശത്തിലെ ലാസ്റ്റ് അസുര രാജാവിന്റെ അവസാനത്തെ മകനുമായ നീ എന്തോ പറയുന്നുണ്ടായിരുന്നില്ല, ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ് എനിക്ക് ആളെ മകൻ. മഹാബലിയുടെ ഓണത്തിന്റെ എന്താ നീ പറ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് സൺറൈസ് കാണണം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടക്കുമെന്നറിയില്ല, എന്തായാലും 5 മണി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരിനി വരുമോ ഇല്ലയോ അറിയില്ല, സൺറൈസ് കാണുമോയെന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. 5 മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ട് 6 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൺറൈസിൻ്റെ പ്ലാൻ തുടക്കത്തിൽ തന്നെ പാളിപ്പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ചുരത്തിൻ്റെ മുകളിലെത്തിയപ്പം നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പിലേക്ക് പോകാം. കമോൺ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് നടക്കുകയാണ് ഗൈസ്. സോ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ആവി പാറുന്ന പുട്ട്, നല്ല എന്തെങ്കിലും നോൺ വെജ് കറി, കടലക്കറി. പുട്ടാണെങ്കിൽ കടലക്കറി ആയിരിക്കും ബെസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ പാൽക്കപ്പ, ബീഫ് നമ്മൾ പ്ലാൻ ചെയ്ത സൺറൈസ് ഇതാ, വിസിബിൾ ആണോ അറിയില്ല, ഇവിടെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. സന്തോഷായി വിഷ്ണു? എന്റെ സണ്ണ് ഇങ്ങനെയില്ല അല്ല, പച്ച കളറില. നമ്മൾ പ്ലാൻ ചെയ്ത പോലത്തെ ഒരു സൺറൈസ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് നമുക്കൊരു നല്ലൊരു സൺറൈസ് വ്യൂ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു വ്യൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഫൈനലി നമുക്കൊരു ഹോട്ടൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്, ഡീലക്സ്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. വിഷ്ണു പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും ജാസിമും പുട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ആവി പാറുന്ന പുട്ട് പ്രതീക്ഷിച്ചു പോയ നമുക്ക് ആവിയൊന്നുമില്ലാത്ത ഒരു പുട്ടാണ് കിട്ടിയത്. തൽക്കാലം നമുക്ക് ഇത് കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. അപ്പോൾ കഴിച്ചിട്ട് കാണാം. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആൻഡ് വി ആർ ഗോയിങ് ടു ബാണാസുര സാഗർ ഡാം. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബാണാസുര സാഗർ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിവിടെ ബാണാസുര സാഗർ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റ് ക്ലോസ്ഡ് ആണ്, 9 മണിക്ക് തുറക്കുള്ളൂ. സോ വി ആർ വെയിറ്റിംഗ്. ആൻഡ് ഈ ഡാമിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഇവനും അറിയില്ല. ദിവൻ അറിയാം, ദിവൻ പറഞ്ഞു തരും. ബുക്കിഷ് നോളജ് ഇപ്പൊ നമുക്ക് കാണാം. വിഷ്ണു ബാണാസുര ചക്രവർത്തിയുടെ മകനും ചോളവംശത്തിലെ ലാസ്റ്റ് അസുര രാജാവിന്റെ അവസാനത്തെ മകനുമായ മകൻ. നീ എന്തോ പറയുന്നുണ്ടായിരുന്നില്ല, ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ് എനിക്ക് ആളെ. മഹാബലിയുടെ ഓണത്തിന്റെ എന്താ നീ പറ. This dam is named after the famous king Banasura. It is the last Asura king of Kerala. It is described ഇത് പുള്ളി മഹാബലിയുടെ മകനാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ബാണാസുരന്റെ താഴ്വരയിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും വയനാട് ജില്ലയിലും പല ഭാഗങ്ങളിലും കർണാടക ആ റീജിയനിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വാസപ്പെടുന്നത്. ഇവിടെ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് അവരിവിടുന്ന് ചേക്കേറിപ്പോയതാ, വേറെ പല സ്ഥലങ്ങൾക്ക് മാറിപ്പോയതാ. അവരുടെ താഴ്വരയിലുള്ള ആൾക്കാർ ഇപ്പോഴും പല സ്ഥലത്തുണ്ട്. അവർക്ക് ചെറിയ ആഭിചാര പരിപാടികളൊക്കെ ഉണ്ട്, മന്ത്രവാദം പരിപാടീസൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റേ അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം എന്ന നോവലിൽ ഇതിനെപ്പറ്റി ചെറിയ രീതിയിൽ പ്രതിപാദിക്കുന്നു, പരാമർശിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാം. സോ നമ്മൾ ബാണാസുര സാഗർ ഡാമിൽ എത്തിയിട്ടുണ്ട്. ആൾക്കാരൊന്നുമില്ല, കുറവാണ്. സോ വി ആർ വാക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. ബട്ട് ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ബട്ട് it's not about the place, it's about the moment, it's about the people. So these are the people.
എവിടെ കുറെ കാലമായി. So it's a beautiful view, guys. ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാലാണ് നമ്മുടെ ഡാം പിന്നെ നമ്മുടെ വ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറാം. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് guys. അങ്ങനെ ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഹോൾസം വ്യൂ. ആരുമില്ല. ഇറ്റ്സ് ലുക്കിംഗ് സോ ഫോഗി, സോ ബ്യൂട്ടിഫുൾ. നമ്മളിവിടെ ഓരോ പ്ലേസിലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഫീൽ ആയിരിക്കും. ദിസ് ഈസ് അനദർ ഫീൽ. ബിക്കോസ് ഞാനിവിടെ വന്നപ്പോൾ ഒക്കെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അപ്പം ഭയങ്കര വെയിലും ഇങ്ങനെ ഒരു ടൈമിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ആൻഡ് ഇറ്റ്സ് സൂപ്പർ. ലൈക്ക് നല്ല ക്ലൈമറ്റും നല്ല വ്യൂവും പിന്നെ റഷൊന്നുമില്ലാതെ ആൾക്കാരൊന്നുമില്ലാതെ തന്നെ ഒരു സ്ഥലമൊക്കെ കാണാൻ പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ലെവൽ. സോ ഷോ യു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇന്നർ പീസ്. നല്ല വ്യൂ ആണ്. ഭയങ്കര മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. നമുക്കിവിടെ എന്നാൽ ഫുൾ ബേർഡ്സിൻ്റെ ഒച്ചയും ഈ ഫോഗിൽ അവിടെയുള്ള വലിയ മലയൊന്നും നമ്മൾ കാണുന്നില്ല. ബട്ട് നൈസ് എക്സ്പീരിയൻസ്. സോ another view, like nice. ഒന്നും പറയാനില്ല ഗൈസ്. ലെറ്റ്സ് വാക്ക്. കം ഓൺ. We are now at the legendary ബാണാസുര സാഗർ ഡാം. ഈ ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത ഇത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് എർത്ത് ഡാമാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെ പറയാം. ഇത് കബനി പുഴയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള പുഴയുടെ പേരെന്തായിരുന്നു, കരമൻ തോട് എന്ന് പറയുന്ന പുഴയാണ്. പുഴേനെ അതിൽ കുറേയാണ് ഈ ഡാം കെട്ടിയിട്ടുള്ളത്. അത് കബനി ഫേമസ് ആയിട്ടുള്ള കബനി നദീൻ്റെ ട്രിബ്യൂട്ടറിയാണ്. പിന്നെ ഈ പേര് പറയുന്ന പോലെ തന്നെ ബാണാസുര അതൊരു അസുരനാണ്, അസുര കിങ് ആണ്. പുള്ളി എന്താ പറയുക, അതിൻ്റെ പുള്ളിക്കാരൻ ഭരിച്ച ഏരിയയൊക്കെയാണെന്ന് തോന്നുന്നു. അതുമായി റിലേറ്റ് ചെയ്ത എന്തോ സംഭവമുണ്ട്. അങ്ങനെയാണ് ഈ പേര് വന്നത് ബാണാസുര സാഗർ ഡാം. അവർ ബാണാസുരൻ്റെ താഴ്വഴിയിലുള്ള കുടുംബങ്ങൾ ഈ സ്ഥലത്തുണ്ടായിരുന്നെന്നും ഡാം കെട്ടിയ സമയത്ത് അവർ വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു അൺനോൺസ് എന്താ പറയുക, പുറത്തധികം വിട്ടിട്ടില്ല. ലൈക്ക് ഗോൾഡിൻ്റെ ഖനികൾ ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് ബാണാസുരൻ്റെ ബ്രിട്ടീഷുകാരുൾപ്പെടെ ബാണാസുരൻ അതിനുശേഷം ബാണാസുര കുടുംബത്തിൻ്റെ ആൾക്കാരും അതിനുവേണ്ടി അത് ഖനനം നടത്താൻ ശ്രമിച്ചെന്നും അത് തടയാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. വാട്ടെവർ അങ്ങനെ ഈ ഡാം കെട്ടിയ സമയത്ത് അവരിവിടുന്ന് എന്തായി കുടിയേറി വേറെ എങ്ങോട്ട് പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ അവർ പിന്നെ പല ദിക്കിലേക്കുമായിട്ട് പല വഴിക്ക് പോയി. അങ്ങനെയാണ് ഇവിടെ ഈ ഡാമും കാര്യങ്ങളൊക്കെ വന്നത്. കുറേ ലാൻഡ് ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇതൊരു എന്താ പറയുക വലിയൊരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ്. സോ ഇത്രയും നേരം നമുക്ക് ഇതിന് ഈ ഡാമിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നത് നമ്മുടെ സ്വന്തം വിഷ്ണു. എല്ലായിടത്തും ഇപ്പോൾ ഇവനെയും കൊണ്ട് പോകേണ്ടി വരും. എനിക്കിതൊന്നും അറിയില്ല ഗൈസ്. സോ ബാണാസുര സാഗർ ഡാമിൽ നമ്മൾ വന്നാൽ ഊഞ്ഞാലാടാതെ നമ്മൾ പോകാൻ പാടില്ല. സോ ഇറ്റ്സ് എ റിച്വൽ. ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു സ്പീഡ് ബോട്ടിൽ മാക്സിമം 5 പേർക്കാണ് പോകാൻ പറ്റുന്നത്. പ്രൈസ് വരുന്നത് 1100 രൂപയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സ്പീഡ് ബോട്ടിലേക്ക് പോകാം. നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങിന് പോവാണ് ഗൈസ്. നമുക്ക് ജാക്കറ്റ് ഇടാം.
നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് ബോട്ടിലേക്ക് ഞാൻ കേറിയതാ. നമ്മൾ ബോട്ട് റൈസ് കിഡിലൻ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ലൈക്ക് ബോട്ട് റൈഡ് നിങ്ങൾക്ക് എവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ. നിർത്തട്ടെ മാറട്ടെ പേടിച്ചിട്ട് വല്ല പാൻറ് വല്ല മാറ്റം. വെരി ഗുഡ്. കൂടുതലൊന്നുമില്ല ചേട്ടൻ പറയാ നിങ്ങൾ പേടിക്കണം ആദ്യം പുള്ളി ഒന്ന് പേടിക്കണം. ബോട്ട് റൈസ് വാസ് അടിപൊളി. ഞാൻ വ്യൂ കാണിച്ചു. നമ്മൾ ഈ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ദൂരം ചേട്ടൻ നമ്മളെ കൊണ്ടുപോയി. എക്സ്ട്രാ 300 rupees ടിപ്പ് കൊടുത്തെങ്കിലും ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് വർത്ത്. സോ ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയത്. ഇവിടെയൊക്കെ പോയി ഗൈസ്. ഇറ്റ് വാസ് നൈസ് ദോ. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം കുറേ ടൈം സ്പെൻഡ് ചെയ്തു. നൈസ്, ഇറ്റ് വാസ് ഗുഡ്. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ.